ഗുഡ് മോർണിംഗ് എവരിബഡി. അപ്പച്ചൻ്റെ കലവറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നതല്ല. എന്നാലും പലരും പിന്നെ വെജിറ്റേറിയൻസിനെ അവഗണിച്ചു എന്നുള്ളൊരു കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ ചെറിയൊരു വെജിറ്റബിൾ കറി ഉണ്ടാക്കാൻ പോവാം. വെജിറ്റബിൾ കറിയല്ല, ഒരു പീസ് ആൻഡ് പൊട്ടറ്റോ കറി. അതായത് അപ്പത്തിനും ഇടിയപ്പം, പത്തിരി, ചപ്പാത്തി, അങ്ങനെയൊക്കെയുള്ള എന്തിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അതന്ന് ചെയ്തിട്ടേക്കാൻ ആർക്കെങ്കിലും പ്രയോജനപ്പെടുകയാണെങ്കിൽ പ്രയോജനപ്പെടട്ടെ എന്ന് ഓർത്തിട്ടാണ് ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു സന്തോഷം കൂടെ പങ്കുവെക്കാനുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം 1000 കഴിഞ്ഞു. എല്ലാവർക്കും വലിയൊരു താങ്ക്സ് പറയുകയാണ്. സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുന്ന ഓരോരുത്തർക്കും നിങ്ങളുടെ തുടർന്നുള്ള സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ആ പീസ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നതാണ് ഈ പീസ്. നമ്മുടെ ഗ്രീൻ പീസ് എന്ന് പറയും, ഉണങ്ങി വരുന്ന സാധനം. നമുക്ക് ഏഷ്യൻ ഷോപ്പിലൊക്കെ എപ്പോഴും വാങ്ങിക്കാൻ കിട്ടും. അത് വൃത്തിയാരെ ഉദ്ദേശിച്ചാവട്ടെ, ഏഷ്യൻ ഷോപ്പെന്ന് കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ രാത്രി ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിരുന്നതാണ്. പിന്നെ 2 മീഡിയം പൊട്ടറ്റോ ഞാൻ അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയത് കുറച്ച് ഒരു 2 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അത്രയൊക്കെ വേണമല്ലോ നമുക്ക്. പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 4-5 അരി വെളുത്തുള്ളി ഉണ്ട്. പിന്നെ ഇത് തേങ്ങ പിന്നെ അരച്ച് ചേർക്കാനുള്ളതാണ്. അതിലേക്ക് നമുക്ക് പിന്നെ പോകാം. തൽക്കാലം നമുക്ക് ഈ പീസ് ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ പീസ് കുക്കറിലിടുന്ന കൂട്ടത്തിൽ ഞാൻ ഈ പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ടിട്ടാണ് പീസിനെ വേവിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ആ പീസ് കുക്കറിൽ വേവിക്കുന്ന കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഉപ്പും കൂടെ ചേർത്താണ് വേവിക്കുന്നത്. അപ്പോൾ ഇത് മല്ലിപ്പൊടി, ഇത് മഞ്ഞൾപ്പൊടി, അത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതും കൂടെ ചേർത്ത് ഉപ്പും ചേർത്തിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പീസ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ചുകൂടെ ഉപ്പും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിടാവുള്ളൂ. അതുകൊണ്ടിട്ട് നമുക്കതിനെ വേവിച്ചെടുക്കാം. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയത്ത് നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. ഓക്കെ. ഞാൻ ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാൻ പോവാണ്. അത് തേങ്ങ അരയ്ക്കുന്നതിനകത്തേക്ക് നമുക്കൊരു ശകലം മഞ്ഞൾപ്പൊടി കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ തന്നെ വേണ്ട, ചെറിയൊരു കളറിന്. അതുപോലെ ഒരു നുള്ളു ജീരകം, കുമിൻ സീഡ്സ്, ജീരകം എടുത്ത് മുഴുവൻ അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ ഇത് ഒത്തിരി ഒന്ന് പേസ്റ്റായിട്ട് അരയ്ക്കണ്ട, എന്നാൽ നന്നായിട്ട് അരയുകയും വേണം. പിന്നെ ഒത്തിരി കുറുകിയിരിക്കുകയും വേണ്ട. ശകലം ഒന്നും നീണ്ട് അരച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് അപ്പത്തിനൊക്കെ ആകുമ്പോഴത്തേന് ഇച്ചിരി ചാറുകറിയായിട്ടല്ലേ വേണ്ടത്. അതുകൊണ്ട് ഇച്ചിരി ഒന്ന് ലൂസായിട്ട് അരച്ചെടുക്കാം. പിന്നെ നമ്മൾ ഇത് മിക്സിയുടെ ജാറൊക്കെ കഴുകുമ്പോഴത്തേന് കുറച്ച് വെള്ളം കൂടെയൊക്കെ ആവും. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ വെള്ളം നീട്ടിയെടുക്കാം നമുക്ക്. അന്നേരം അത് നോക്കാം. ഓക്കെ. ഇതൊന്ന് അരച്ചോണ്ട് വരാം ഞാൻ. അപ്പോൾ നമ്മുടെ തേങ്ങ അരച്ചത് റെഡിയായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ അവിടെ ഇരിക്കട്ടെ. അത് പീസൊക്കെ വെന്ത് വരുന്നവരെ ആ സമയത്ത് നമുക്ക് എന്തായാലും ഇത് കഴിക്കാനായിട്ട് എന്തായാലും വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി ഇടിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ പീസ് ആദ്യമേ ഒരു വിസിൽ വന്നു കഴിഞ്ഞ് ഞാനത് തീ കുറച്ചിട്ട് 2 വിസിലും കൂടെ അടിച്ച് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഇച്ചിരി പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് ഇടിയപ്പത്തിന് വേണ്ടിയിട്ടൊന്ന് കുഴയ്ക്കാം. അതിന് ഞാനൊരു ശകലം കുറച്ച് ഉപ്പ്, നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ഉപ്പ് കണക്കാക്കി ഇടുക. പിന്നെ ഞാനിവിടെ ഒരു ടീസ്പൂൺ ഷുഗറും കൂടെ ചേർക്കുകയാണ്, പഞ്ചസാര.
എന്നിട്ട് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ കുഴച്ചെടുക്കണം. തണുത്ത വെള്ളം ഒഴിച്ച് കുഴക്കരുത്. നല്ല ഇവിടെ ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ആവി വരുന്നുണ്ട്. തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് കൈ നീട്ട് കുഴക്കാൻ നോക്കരുത്. വല്ല കവിയോ സ്പൂണോ ഒക്കെ ഇട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ചൂട് തിളച്ച വെള്ളം ഒഴിച്ച് ഇനി നമുക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാൻ പോവാണ്. അതിനകത്ത് ഞാൻ നാട്ടിലാണ് നമുക്ക് വാഴയിലൊക്കെ ഉണ്ടാവും. അതിൻ്റെ അകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ താഴെ പിടിക്കാതെ വരും. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ഇച്ചിരി എണ്ണ തേച്ച് നമ്മുടെ കുക്കിംഗ് ഓയിൽ ഇച്ചിരി തേച്ചിട്ട് കുറച്ച് നമ്മുടെ നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനൊന്നും ചെയ്യണമെന്നൊന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. അവർ ചെറിയ ബേസൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഇച്ചിരി തേങ്ങയും ഒക്കെ വെച്ച് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഞാനൊന്നും ചെയ്യുന്നതേ ഉള്ളൂ. ഇങ്ങനൊന്നും ചെയ്യണമെന്നൊന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. വെറുതെ ഇത് പിഴിഞ്ഞിട്ടാലും മതി. ഇപ്പം ഞാൻ പെട്ടെന്നങ്ങ് ഷേപ്പൊന്നും നോക്കുന്നില്ല, പെട്ടെന്നങ്ങ് ചെയ്യുക. ഇവിടെ തേങ്ങാപ്പീരയിൽ കുറച്ച് ജീരകം പൊടിച്ചിട്ട് ഇച്ചിരി പഞ്ചസാരയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത ഒരു മിക്സാണ്. അതിൻ്റെ അകത്തൊരു രസത്തിന് വേണ്ടിയിട്ട് വെക്കുന്നത്. ഇവിടെ നാട്ടിലൊക്കെ നമ്മളിങ്ങനെ ചെയ്യാറുണ്ട്. ഇതൊന്നും ഇല്ലേലും ഇടിയപ്പം കറിയും കൂട്ടി കഴിക്കാം. അപ്പോൾ ഇതാണ് ഇടിയപ്പം വരുന്നു. സെപ്പറേറ്റ് ഉണ്ടാക്കാം. അതാണ് നമ്മുടെ ഇടിയപ്പം. ഇനി നമുക്കതിനെ അടുപ്പത്തോട്ട് കയറ്റി വെക്കാം. ഇനി നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ പൊട്ടറ്റോ ഇവിടെ വെന്തിട്ടുണ്ട്. പൊട്ടറ്റോയ്ക്കകത്തേക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പീസ് ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർക്കുകയാണ്. നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് കടുക് വറക്കാം. താളിക്കാന്നോ മൂപ്പിടുകയെന്നോ ഒക്കെ പറയും. ഓക്കെ, താളിക്കാനായിട്ട് പാത്രത്തിൽ ഇച്ചിരി എണ്ണ ഒഴിച്ച്
എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് 5-6 കടുക് ഇട്ടു. ഇത് ചെറിയ ഉള്ളി അരിഞ്ഞത്, എണ്ണ കരിഞ്ഞു പോകാതെ നോക്കണം. ഇതിനകത്തേക്ക് 2 വറ്റൽമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില. സംഭവം റെഡിയാണ്. നമ്മുടെ പുതിയ അതിഥികളാണ്. കഴിഞ്ഞ ആഴ്ച വന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ അപ്പം കറിയും ഇവിടെ റെഡിയാണ്. ടേസ്റ്റേഴ്സ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയും എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ തുടങ്ങി. കഥ നല്ലതാ, നല്ല പറയാ. എന്താ ഇടിയപ്പാണെങ്കിലും എന്താ നല്ലതായിട്ട് നല്ല സോഫ്റ്റ്. കഴിക്കാനായിട്ട് നല്ല രസമുണ്ട്. എല്ലാവരും കേട്ടല്ലോ, നല്ല പൂ പോലത്തെ ഇടിയപ്പം, കഴിക്കാൻ പറ്റിയ നല്ല ഗ്രീൻ പീസും പൊട്ടറ്റയും കൂടെയുള്ള കറിയും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ കറി എന്ന് വെച്ച്. ഇടിയപ്പത്തിൻ്റെയും പത്തിരിയുടെയും പാലപ്പോ അപ്പോ അങ്ങനെ ചപ്പാത്തിയോ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ പ്രോത്സാഹനത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 1000 കഴിഞ്ഞു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഒക്കെ ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്ത് അവിടെ കൂടെ ക്ഷണിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ അപ്പച്ചൻ്റെ കലവറയുടെ ഒരു ഫേസ്ബുക്ക് പേജുണ്ട്. ആ പേജിൽ നിങ്ങളുടെ റെസിപ്പിയൊക്കെ പോസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾക്ക് അറിയാവുന്ന നല്ല റെസിപ്പികൾ
അതിനകത്തേക്ക് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ റെസിപ്പി ആയിട്ടോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് ഉപകാരമായിരിക്കും. അപ്പം ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ റെസിപ്പികളൊക്കെ അതിലേക്ക് പോസ്റ്റ് ചെയ്യുക. അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.